D40 എന്ന് പറഞ്ഞ ഹോം തിയേറ്ററാണ്. ഇത് D40യുടെ പിന്ന് പോയതുകൊണ്ട് ഒരു സോക്കറ്റ് പിടിപ്പിച്ചിരിക്കുന്നതാണ്. കുഴപ്പമില്ല, അത്യാവശ്യം എപ്പോഴും ഊരുന്നൊന്നും അല്ലല്ലോ. ഇങ്ങനെ ഐഡിയാപരമായിട്ട് ഒരാൾ ചെയ്തിട്ടുണ്ട്. അത് ഏത് ടെക്നീഷ്യനാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് നല്ലപോലെ ഒന്നുകൊണ്ട് സോൾഡർ ചെയ്തെടുത്താൽ മതി. ഇച്ചിരി ഗ്ലൂ ഗണ്ണും കൂടി ഇട്ട് വെച്ചാൽ അവിടെ ഇരുന്നോളും. എന്താണേലും കുഴപ്പമില്ല. 2 സോക്കറ്റ് പോയതാണെന്ന് കസ്റ്റമർ പറഞ്ഞു. അത് പ്രകാരം ചെയ്തെടുത്തിരിക്കുന്നതാണ്. അയൺ ചൂടാക്കി ഒരു കണക്ഷൻ കൊടുക്കണമെന്നുള്ളൂ. കുഴപ്പമില്ല. ഇതുവരെ നമ്മളങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം പിന്നില്ലെങ്കിൽ രക്ഷയില്ലല്ലോ. പിന്നെ എപ്പോഴും കിട്ടണമെന്നുമില്ലല്ലോ. കിട്ടാറുണ്ട് പിന്നെ, എന്നാലും അത്ര ഈസി ആയിട്ട് എപ്പോഴും കിട്ടുന്നതല്ല. അപ്പോൾ ഇതിൻ്റെ കുഴപ്പം അതല്ല, ഇതൊന്നുമല്ല. അതങ്ങനെ അവർ പാടിക്കൊണ്ടിരുന്നു. കുഴപ്പം ഇതിൻ്റെ ഊഫർ ഇടയ്ക്കെല്ലാം നിന്ന് പോകാമെന്നുള്ളതാണ് ഇതിൻ്റെ കുഴപ്പം. പിന്നെ പെൻഡ്രൈവും ഇതൊക്കെ നേരത്തെ പോയതാണ്, അവരത് ഈ ബ്ലൂടൂത്ത് വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതും കുഴപ്പമില്ല, നല്ല ഐഡിയാപരമായ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എന്നാണ് ഞാൻ വേറൊരു ബോർഡ് വെച്ച് നോക്കാം. അപ്പോൾ ഈ പെൻഡ്രൈവ് ഒക്കെ എടുക്കാത്തതുകൊണ്ട് നമുക്കിപ്പം ഇവർ ഓക്സിജന് കൊടുത്താണ്, ഈ ഓക്സിജന് ബ്ലൂടൂത്ത് വെച്ച് ഓക്സിജന് കൊടുത്താണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ബ്ലൂടൂത്ത് ബോർഡും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കൊരു ബോർഡ് വേറെ വെച്ച് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് അയച്ചെടുക്കുക, അങ്ങോട്ട് ബോർഡ് ഇങ്ങോട്ട് അയച്ചെടുത്ത് നമുക്ക് കുത്താനും ഒക്കെ എളുപ്പമുണ്ട്. ഒരു പാത്രം കഴിഞ്ഞിട്ട് സ്ക്രൂടെ. അപ്പോൾ ഇത്ര നമ്മൾ ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഫ്രണ്ടും പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഫ്രണ്ട് നമുക്ക് മാറ്റി വെക്കാം. ഊഫർ നിന്ന് പോകാമെന്നാണ് കസ്റ്റമർ പറയുന്നത്. വല്ല ഉമ്മാരും എല്ലാം കയറി വല്ല എലിയും എല്ലാം കയറി കട്ട് ചെയ്തിരിക്കുകയാണോ എന്നൊക്കെ എനിക്ക് സംശയമില്ല. പിന്നെ ഷൂഫറിന് ഇതുണ്ടോ, ഒരാൾ ഇരിക്കുന്നുണ്ടോ? ചത്തുപോയതാണ് കുട്ടുകാലി. ഷൂഫറിനൊരു ഇതില്ല, ഒരു വിടുന്നില്ല. എന്നാണേലും ഞാൻ ഇവിടെ പക്ഷേ ഈ സൈഡ് ഇച്ചിരി പ്ലാസ്റ്റിക്കൊക്കെ ഇരിക്കുന്നു. അതിനാണോ സ്ട്രിപ്പ് വല്ലതും ഫിറ്റ് ചെയ്തതാണോ? എന്നാണേലും എനിവേ ഞാൻ ബോർഡ് എടുക്കട്ടെ. പ്ലാസ്റ്റിക് വെച്ചിരിക്കുന്നത് എന്നാണെന്ന് എനിക്ക് മനസ്സിലായി. പ്ലാസ്റ്റിക്കിനകത്തൂടെ കയറ്റി ഇറക്കിയതാണോ? കമ്പനി ഇങ്ങനെ വെക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം നമുക്ക് ഈ സാധനം സ്ട്രിപ്പിന് വല്ല കുഴപ്പമാണോ എന്നാണോ? ഈ ബോർഡ് ഞാൻ രണ്ടും മാറ്റുവാണ്. നമ്മുടെ ബോർഡ് എടുത്ത് കുത്തി നോക്കിയാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ ആ ബോർഡിൻ്റെ ആണോ സ്ട്രിപ്പിൻ്റെ ആണോ ബാക്കിലത്തെ ബോർഡിൻ്റെ ആണോ എന്നെല്ലാം അറിയാൻ പറ്റും. അത് കുത്തി ഒരു അഡാപ്റ്റർ ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ അഡാപ്റ്റർ ഉണ്ട്. ഊഫറിൻ്റെ ഓഡിയോ കട്ടായി പോകാമെന്നാണ് കംപ്ലൈൻറ്റ്. ഇപ്പം ബ്ലൂടൂത്തിൻ്റെ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ഒരു പെൻഡ്രൈവ് കഴിഞ്ഞൊരു ജൻസി ആംബറില്ല, ആവശ്യത്തിന് ആംബറില്ല. ഇതെടുത്തല്ലോ, അങ്ങോട്ട് കഴിഞ്ഞെടുത്ത്. ബാറ്ററി ഇല്ല അതിനകത്ത്. കട്ടാകുന്നുണ്ട്.
വോളിയം കേൾക്കുമ്പോൾ കട്ടായി. വോളിയം കുറച്ചാൽ വരുമോ? ഇല്ല, അതുമില്ല, ഇപ്പോൾ വന്നില്ല. ഓഫാക്കിട്ടോ നമുക്ക്. ഓഫാക്കണ്ട, ഏതായാലും അയച്ചു നോക്കട്ടെ അവിടെ എന്നാ സംഭവിച്ചിരിക്കുന്നു. ലൈമൻ്റെ കയ്യിൽ കട്ട് ചെയ്ത് മുറിഞ്ഞിരിക്കുവാണെങ്കിലോ, സ്പീക്കറിൻ്റെ അകത്ത് സ്പൈഡറിൻ്റെ ലൈം വല്ലതും പോയിട്ടുണ്ടെങ്കിലും ഇതിന് തന്നെ സംഭവിക്കുമല്ലോ. ഹലോ, ആ എന്നാ പറ്റി? ആ ആ എത്ര ഇഞ്ചാ? അത് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അത് ഏത് ടൈപ്പ് ഇതാവും നോക്കട്ടെ. ചിലപ്പോൾ 4K ടൈപ്പ് LED ആയിരിക്കും അതിനകത്ത് ഇരിക്കുന്നത്. ആ അപ്പം നല്ല എറ വരുന്ന ഏത് ടൈപ്പ് സ്ട്രിപ്പാന്നൊക്കെ നോക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല. മാറ്റുമ്പോൾ നമുക്ക് ഫുൾ സ്ട്രിപ്പ് മാറ്റേണ്ടി വരും. ഏകദേശം ഒരു ഐഡിയയും പറയാൻ പറ്റില്ല, കാണാതെ ഞാൻ എങ്ങനെ എസ്റ്റിമേറ്റ് പറയുന്നു കേട്ടോ. ഓക്കെ, ശരി. അതാണ് മക്കളെ, ഇങ്ങനെ ഫോൺ ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് വർക്ക് ഒത്തിരി തീരുന്നത്. മെസ്സേജ് ആണെങ്കിൽ കുറച്ച് നല്ല 4 ohms 40 വാട്ട്സ്. ഞാനേ വേറെ ഒരു ഊഫർ നമുക്ക് കൊടുക്കാം. ഞാൻ ഒരു ഊഫർ എടുത്തുകൊണ്ട് വരാം. മതി മതി. ഞാനൊരു തക്കാലത്തേന് നിന്ന് പോകുന്നത് ഊഫറിൻ്റെ ആണോ അതോ സെറ്റിൽ നിന്ന് തന്നെ പോകുന്നതാണോ ബോർഡിൽ നിന്ന് പോകുന്നതാണോ എന്നൊന്നറിയാൻ ഒരു ഊഫർ ഞാൻ കുത്തുക. ഹലോ ഹലോ, ആ മനസ്സിലായി. നമുക്ക് അതും കൂടെ അഴിച്ചെടുത്ത് പുറത്ത് വെച്ച് കളിക്കാം. അഡാപ്റ്റർ എടുത്ത് ഇപ്പം എനിക്ക് പിടിക്കാൻ പറ്റില്ല. ഒരു അഡാപ്റ്ററൂടെ കുത്തിക്കാം. നമ്മുടെ ഏതാണെങ്കിൽ കുഴപ്പമില്ല. 19 ഏത് അഡാപ്റ്ററും കുഴപ്പമില്ല, കുത്തിക്കോ.
എന്തായാലും 4 സൈസ് സ്ക്രൂവാണ് കിടക്കുന്നത്. 4 സൈസ് സ്ക്രൂ കേട്ടോ. എന്നെ കുറ്റം പറഞ്ഞേക്കല്ലേ. കമ്പനി ഒരിക്കലും അങ്ങനെ ഇടിയാലോ. അല്ല, കമ്പനി ഇട്ടൊന്നുമല്ലെന്നേ, ആരൊക്കെയോ നന്നാക്കി ഇപ്പം ഇട്ടതാ. ഞാൻ ഇനി ഇതിലൊന്നും പറയുന്നില്ല. 4 സൈസ് സ്ക്രൂ അല്ല 5 സൈസ് സ്ക്രൂ. എൻ്റെ മക്കളെ തിരിച്ച് ഞാൻ മണ്ണ് തപ്പി പോവേ. 5 സ്ക്രൂ ഉണ്ട്, 5 ടൈപ്പ്. അടിപൊളി, നാനാത്വത്തിൽ ഏകത്വം. അയ്യോ, ഇന്ത്യയിലെ സംസ്ഥാനം പോലെയാണ് സ്ക്രൂ. ഞാൻ പറഞ്ഞാൽ എന്നേലും വ്യത്യാസം ഉണ്ടോ നോക്കി. ഇതുകൊണ്ട് നല്ല മുട്ടക്കണാശൻ ഒന്ന്, പിന്നെ ഒരു കുഞ്ഞിക്കനാശൻ ഒരുത്തൻ, പിന്നെ അവൻ അതിനേക്കാൾ കുഞ്ഞിക്കനാശൻ വാഷറുള്ളത്, പിന്നെ കളറ് മാറിയ ഒരുത്തൻ നീല കളറ്, പിന്നെ വെള്ള കളറിന് ഇനി ഒരു കുറവ് വേണ്ട, അവന് സന്തോഷം വരാതിരിക്കണമെന്നുണ്ട് വെള്ള കളർ. അപ്പോൾ 1, 2, 3, 4, 5. അടിപൊളി. ഞാൻ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു രസകരമായ കമൻ്റ് ഇട്ടേ. ഞാൻ ആ കമൻ്റ് ഇതിൻ്റെ അകത്തെ സ്ക്രൂ ആയിട്ടിട്ടില്ല. ഇതിനകത്ത് 1, 2, 3, 4 സ്ക്രൂ ഉണ്ട്. 4 സ്ക്രൂ ഇടേണ്ടതാണ്. 1, 2, 3 ഈ 4 സ്ക്രൂ ഇതിനകത്തില്ല. നല്ല ഷൈൻ 4 സ്ക്രൂ ഇട്ടിട്ടില്ല. പിന്നെ ഇതിങ്ങനെയൊക്കെ സോൾഡറെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ എന്നാണ്, ഞാനിതങ്ങ് വിടിയിക്കുകയാണ്. എനിക്കിപ്പോൾ 4 ചെക്ക് ചെയ്യാൻ ഇതൊന്നും ബുദ്ധിമുട്ടില്ല. അത് റെഡിയാക്കണമല്ലോ. അയൺ കുത്തിക്കേ. സോൾഡർ പിന്ന് പോയതിനെ സോൾഡർ ചെയ്ത് അതിന് ഞാൻ കുറ്റം പറയാം കേട്ടോ. ഒറ്റ കുറ്റം ഞാൻ പറയാം. കാരണം പിന്നില്ലാത്തവരെ സംബന്ധിച്ച് അതേ പറ്റത്തുള്ളൂ. പിന്നില്ലാത്തവരെ സംബന്ധിച്ച് അതേ പറ്റത്തുള്ളൂ. സന്തോഷമായി മോനെ, സന്തോഷമായി. എന്തൊരു കഷ്ടമാണോ, കഷ്ടം. ഒരു സ്ട്രിപ്പ് എടുക്കാം, പുതിയ സ്ട്രിപ്പ്. സ്ട്രിപ്പ് സ്ട്രിപ്പ് എടുത്തു. ഈ കസ്റ്റമറുടെ ബോർഡിൽ തന്നെ നോക്കിയേക്കാം. ഇനി അയാളുടെ ബോർഡിന് ചിലപ്പോൾ കുഴപ്പമൊന്നും കാണത്തില്ലെങ്കിലോ. നോക്കട്ടെ. ഓക്കെ, അഡാപ്റ്റർ കുത്തിക്കും. ഈ അഡാപ്റ്റർ മതി. ഒന്നുമില്ല. കുത്തിക്കോ. കുത്തിക്കോ. സ്ട്രിപ്പ് തന്നെ. മറ്റേ ഈ ബ്ലൂടൂത്തിനൊന്ന് മിന്നാൻ തന്നെ പാടായിരുന്നു. അപ്പം പെൻഡ്രൈവ്, വേർ ഇസ് ഗോ പെൻഡ്രൈവ്? ഫോണോട് ഫോൺ. ഹലോ. ആ,
വരച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഓക്കെ, ഇത്രയും കിട്ടി. ഊഫറിൻ്റെ ഇങ്ങോട്ട് കുറച്ച് താഴ്ചാടി പോവോ? ഇല്ല, ചെയ്യാൻ മാറ്റി വിടും. സ്പീക്കറോടെ കൊടുക്കും. ഇച്ചിരി അകത്തേക്ക് കയറ്റി വെച്ചോ. വോളിയം ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്. शिवाजी महाराज की जय। गजानन, गजानन, जय श्री राम। ഇത് വരുന്നില്ല, ഇത് പോയതാന്ന് തോന്നുന്നു. അവിടെ ഇരുന്ന പോയത് ശരിയാക്കാൻ എടുത്ത് വെച്ചതാണ് തോന്നുന്നത്. ഇത് രണ്ടുമേ എനിക്ക് ഇത് ഡീഫോൾട്ടൊരു ഒറിജിനൽ സെറ്റാണ്. ഇതിൻ്റെ ഒറിജിനൽ സ്ക്രൂ നിങ്ങൾ വേണമെന്ന് കണ്ടോളൂ. മുമ്പേ ഞാൻ 4-5 സ്ക്രൂ കാണിച്ചായിരുന്നല്ലോ. അപ്പം സ്ക്രൂ നമ്മൾ കുറച്ച് മാനേജ്മെൻറ്റ് കറക്റ്റ് ചെയ്യണം. നമ്മളൊരു പാത്രം എടുത്ത് നമ്മൾ അഴിക്കുന്ന സ്ക്രൂകളൊക്കെ സൂക്ഷിച്ചിട്ടൊക്കെ വെക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മുറുക്കാൻ നേരത്ത് നോക്കുമ്പോൾ കാണിയില്ല. ഒരു പാത്രം ഇഞ്ഞെടുത്തു, ഒരു സ്ക്രൂടെ വല്ല മുട്ടായി പറഞ്ഞ് ഇഞ്ഞെടുത്തു, അവിടെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഒരു മുട്ടായി പറഞ്ഞ് കണ്ട അവിടെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അപ്പുറം ഇപ്പം നമുക്ക് പാത്രമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ 10 രൂപയ്ക്ക് മേടിക്കുന്ന മുട്ടായിയുടെയൊക്കെ ചെറിയ ടിന്നുകളൊക്കെ ഉണ്ട്. അല്ല ഐസ്ക്രീമൊക്കെ മേടിച്ച് തിന്നുന്ന ടിന്നുകളൊക്കെ ഉണ്ട്. ആ ടിന്നുകളൊക്കെ ഇത് നീ അവിടെ ലൈറ്റ് കളഞ്ഞു, ലൈറ്റ് കളഞ്ഞ അവിടെയാണ്, അവിടെ. ഓക്കെ. ഇതുണ്ടോ, ഇതുപോലെ ഒരു മുട്ടായി 20 രൂപയുടെ മുട്ടാക്കി കിട്ടുന്ന ടിന്ന. ഇതൊരു മേടിക്കണ്ട, ഇത് ഫ്രീ ആയിട്ട് കിട്ടും. നീ ആർക്കെങ്കിലും വേണേ ഞാൻ തരാം. ഞാൻ വല്ലപ്പോഴൊക്കെ മുട്ടായി തിന്ന ഞാൻ ഒരു ടിന്ന് തരാം. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇട്ട് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അത് മനസ്സിലാവും. അല്ല, ഞങ്ങൾ ട്രേയിലാണ് ഇടുന്നത്. കണ്ടോ, ട്രേ കാണിച്ചുകൂടെ? ട്രേയിലാണ് ഇടുന്നത്. ഇതുപോലെ ഈ ട്രേ ഇടുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഉടനെ തന്നെ സർവീസ് ചെയ്ത് തീർക്കുന്നില്ലെങ്കിൽ ട്രേയിലിടുന്ന സ്ക്രൂ നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ ഇതുപോലത്തെ ഒരു ടിന്നിനകത്ത് ഇടുക. ഇത് കണ്ടോ, അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവന് ആരും എടുത്തോണ്ട് പോകാൻ പേരെഴുതി ഒട്ടിക്കുക. ഇന്ന ആളുടെ അവിടെ എഴുതി ഒട്ടിച്ചാൽ ഈ സ്ക്രൂ പോകല. അങ്ങനെയുള്ള ആദ്യം പഠിക്കേണ്ട പാഠം അതൊക്കെ. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഊഫർ കൊള്ളാവോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സ്ക്രൂ, ഇതിൻ്റെ തന്നെ സ്ക്രൂ കാണിച്ചില്ല. 4 സ്ക്രൂ. എൻ്റെ സ്ക്രൂ അല്ല, ഞാൻ അയച്ചപ്പോൾ കാണിച്ചല്ലോ. ഇതാണ് എൻ്റെ സ്ക്രൂ. ഫുൾ ബ്ലാക്ക് ആണ്. അതിൻ്റെ പിരിയും കണ്ടല്ലോ, എല്ലാം ഒരേ നീളം, ഒരേ ടൈപ്പ് ആണ്. കമ്പനി അങ്ങനെയല്ലേ ഇടുള്ളൂ. പ്രത്യേകിച്ച് സോണിയെ പോലൊരു കമ്പനി അങ്ങനെ എടുത്തോളൂ. അപ്പം ഇതൊക്കെ മാറിപ്പോകുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ നമ്മൾ അശ്രദ്ധ എന്നുള്ളതല്ല, നമുക്കൊരു, ഞാൻ അതിനൊന്നും പറയുന്നില്ല. എല്ലാവരും ശ്രദ്ധിക്കുക, അത്ര തന്നെ. നമ്മുടെ മുതലാണേലും മറ്റൊരാളുടെ മുതലാണേലും നമ്മൾ ശ്രദ്ധയോടെ നല്ല രീതിയിൽ ചെയ്താൽ നമുക്ക് അപൂർത്തി ഉണ്ടാവും. നമ്മൾ നല്ല രീതിയിൽ നല്ല മിടുക്കന്മാരാവും. അപ്പം ഞാനെന്തായാലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഗുണം കിട്ടിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ കാരണവന്മാരൊക്കെ
ശാസിക്കുകയല്ലേ നമ്മളെ. അന്നേരം നമുക്ക് അവരോട് അരിശം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഞാനിത് ഊഫറിൻ്റെ ആണോ ഈ ബോർഡിൻ്റെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റൊരു ഊഫർ ഞാൻ കൊടുത്തു നോക്കുകയാണ്. നമുക്കെന്നാണേലും കംപ്ലൈൻറ്റുകളൊക്കെ അറിയണമല്ലോ. ഊഫർ ഞാൻ കൊടുത്തു. നമുക്കൊന്ന് പ്ലേ ചെയ്യാം. സപ്ലൈ കൊടുത്തു. സപ്ലൈ കൊടുത്തിരിക്കുകയാണ്. സപ്ലൈ കുത്തണമല്ലോ ഇതല്ലേ. ഈ ബോർഡിൽ നമ്മൾ വീണ്ടും സപ്ലൈ കുത്തുകയാണ്. അവിടെ കുത്തിയിട്ടില്ല. അവിടെ കുത്തി ശരിയായില്ല. ഒന്ന് ഊരിക്ക്. ഈ സ്റ്റെപ്പ് കുത്തി നോക്കട്ടെ തിരിഞ്ഞിട്ടുണ്ടോന്ന്. സ്റ്റെപ്പ് കറക്റ്റാണല്ലോ. ഇതേ നോക്കിയാൽ ഓക്കെ അല്ലേ. ഇതേ കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇവിടെയാണല്ലോ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കേ. ഊരിയിട്ടല്ലോ. ഊരാൻ ഞാൻ പറഞ്ഞില്ല. കൺട്രോട്ടാണ് ഊഫർ ഇരിക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് കമന്നായിരിക്കുന്നത്. ഓളിയും കൂട്ടിയാൽ മതി. കട്ടാവുന്നുണ്ടോ എന്ന് നോക്കിയാൽ ഊഫറിൻ്റെ ആണോ എന്ന് അറിയാൻ പറ്റും. അഡാപ്റ്ററിൻ്റെ കുഴപ്പമാണോ എന്നറിയാൻ അഡാപ്റ്റർ മാറി വേറൊരു അഡാപ്റ്റർ കുത്തി നോക്കി. मेरे मगर तू
അപ്പോൾ ഒരിക്കും അഡാപ്റ്റർ കംപ്ലൈൻറ്റ്. ഇവിടെ ഒരു D09 എന്ന് പറഞ്ഞൊരു ഡയോഡുണ്ട് ഇവിടെ. ആ ഡയോഡ് അവിടെ നിന്ന് പൊക്കം വിട്ടിരിക്കുക. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിവിടെ ഇല്ലത്. പിന്നെ ഇവിടെ കമ്പിക്ക് കണക്ഷൻ കിട്ടാഞ്ഞിട്ട് പിടിപ്പിച്ചതാകാം. പക്ഷേ ഈ ഡയോഡ് എടുത്ത് കളഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇനി അവർ വേറെ രീതിയിൽ ബ്ലൂടൂത്തൊക്കെ പിടിപ്പിച്ചൊക്കെ അപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ അവരുടെ പൈസ അധികം കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇനി ഒറിജിനലാക്കാനൊന്നും പോകുന്നില്ല. കാരണം ഒറിജിനലാക്കണേൽ ആ ബോർഡും ഒക്കെ ഡയോഡും ഒക്കെ ഇട്ട് മെനക്കെട്ട് നടക്കേണ്ടി വരും. അപ്പോൾ ഞാനിനി അതിന് പോകുന്നില്ല. അവർ ബ്ലൂടൂത്ത് കിട്ടുന്നില്ല, ബ്ലൂടൂത്ത് കിട്ടാൻ വേണ്ടി പുറത്ത് ഓക്സിജനിൽ വഴി ബ്ലൂടൂത്ത് കൊടുക്കുമോ അതുകൊണ്ടൊക്കെ ചെയ്ത്. എടുക്കുന്നില്ല. ഡയോഡ് പോയതിൻ്റെ പേരിലാണോ അങ്ങനെ വന്നതെന്നറിയില്ല. ഇതെടുക്കട്ടെ. ഇതെല്ലാം സോൾഡർ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്യാതിരുന്ന ആ ഫ്ലക്സ് എല്ലാം അവിടെ ഇരുന്ന് അതൊരു എന്നാ പറയുന്നത് തുരുമ്പ് പോലെ. ഈ ഫ്ലക്സ് ഒരു ആസിഡാണ് അവിടെ ഇരുന്ന് തുരുമ്പ് പോലെ. സ്ക്രൂ താഴെ പോകുന്നു കേട്ടോ. ഇത് ചെയ്തതാരാന്നൊക്കെ എനിക്കറിയാം. ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. നമ്മുടെ സഹോദരനല്ലേ എന്നാ ചെയ്യുന്നു. ഇതൊക്കെ ഇച്ചിരി ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം കേട്ടോ സുഹൃത്തെ. ഇത് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു സാധനം നശിച്ചു പോകല്ലേ. അതുകൊണ്ട് കുറച്ചും കൂടെയൊക്കെ ശ്രദ്ധിച്ചൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്യും കേട്ടോ. ഇനി എന്തെങ്കിലും സഹായമോ ഹെൽപ്പോ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ പറഞ്ഞുതരാം. അതിനൊന്നും എനിക്കൊരു മടിയില്ല. തൊട്ടടുത്ത് തന്നെയുള്ള നമ്മളൊരു സുഹൃത്തായത് ചെയ്ത്. ഓക്കെ, പുള്ളിക്ക് മനസ്സിലായി കാണും, എനിക്ക് മനസ്സിലായി. ചെയ്ത ആൾക്ക് മനസ്സിലായി. എൻ്റെ പുള്ളി നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോട്ടെ, ഇനിയിപ്പം പാക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം 4 സ്ക്രൂ ഉണ്ടാക്കണം ഇതിനിടാൻ. ചെറിയ ഈ ടൈപ്പ് 4 സ്ക്രൂ എടുക്കാം വിരിച്ച് എൻ്റെ കവറിനിടാൻ. ഇത് കൂട്ട് 4 സ്ക്രൂ. വേറെ സ്ക്രൂ ഒപ്പിച്ചിടുവാണേ. വലിയ കുഴപ്പമില്ല. ഏകദേശം അതുപോലെയുള്ള സ്ക്രൂ നമുക്ക് സ്പെയർ ഉണ്ട്. അത് ഞാൻ 2 ഇട്ടു. ഒരെണ്ണവും കൂടെ ഇവിടെ ഇടാൻ വേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ അവിടെ സ്പീക്കർ കുത്തുന്നതായതുകൊണ്ട്. സോണിയുടെ നല്ല ഹോം തിയേറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ സ്ക്രൂ ഒരെണ്ണം ഞാൻ തപ്പി എടുക്കട്ടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ഒരെണ്ണം കൂടെ കിട്ടി. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള ഒരു സ്ക്രൂവും കൂടി ഇട്ട്
നമ്മൾ അത്യാവശ്യമുള്ള സ്ക്രൂ ഇടുവാണ്. വേണേ ഒരെണ്ണോടെ അതോ തന്നേരം 4 വിട്ടേക്കാം. ഇതിനകത്ത് വേറെ ഏതോ നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന സ്ക്രൂവാണ്. ഇതിനൊക്കെ നല്ല വിലയുള്ള സ്ക്രൂവാണ്. അത് ഇലക്ട്രോണിക്സ് ഇത് മുറുകയല്ല. ഇത് അത് ചെറുതാ. ആ 2 സ്ക്രൂ കൂടെ ഇട്ട് വിടാം. ഏതെക്കാലം നമ്മൾ ഇട്ട് വരിക. ഇനി അവസാനം ഞാൻ ഒരു കമൻറ്റ് വായിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം അവരിങ്ങനെ ഇതിനെക്കുറിച്ച് ഈ സ്ക്രൂ ഇടുന്നതിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ഇട്ടു. 99.9% ആൾക്കാർ ഞാൻ പറഞ്ഞ് ശരിയാണെന്നാണ് ഇട്ടത്. 1-2 പേരൊക്കെ ഇങ്ങനെ ടെക്നീഷ്യന്മാരല്ലേ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടു. അപ്പം എന്നാലും 99.9% ആൾക്കാരും നമുക്ക് അനുകൂലമായിട്ടാണ് കമൻറ്റ് പറഞ്ഞത്. എനിക്കതിന് വളരെ സന്തോഷമുണ്ട്. ഇനി അഥവാ എനിക്ക് എതിരായിട്ട് പറഞ്ഞ മുഴുവൻ ആൾക്കാർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നല്ല ചൂട്ട മറുപടി കൊടുത്തിട്ടുമുണ്ട്. അതും ഞാൻ കണ്ടു. പിന്നെ നിങ്ങളോട് എനിക്കൊരു നന്ദിയുണ്ട്. നമ്മുടെ ഒരു സർപ്രൈസ് നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാത്ത പരിപാടികളാണ്. ഇത്രയും വർഷത്തിനുള്ളിൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ചെയ്യുന്നത്. നമ്മുടെ അനിയന്മാർക്ക് വേണ്ടി, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാനത് ചെയ്യുവാണ്. മനസ്സായിട്ട് ചെയ്യുന്നൊന്നുമല്ല, സങ്കടമുണ്ട്. ഇത്രയും നാളും ചെയ്യാത്ത എന്നാ കാര്യമെന്ന് പറ. ഇത് കൂട്ട് പിന്നിലൊക്കെ വയറിട്ട് സോൾഡർ ചെയ്ത് ഇത് കൂട്ട് സാധനമൊക്കെ ഫിറ്റ് ചെയ്യുന്നത് ഞാനതല്ല എൻ്റെ നമ്മൾ ഒറിജിനൽ പിന്നല്ലേ ഇടാറുള്ളൂ. ഉള്ളൂ. ഇതിങ്ങനെ എല്ലാം സോൾഡർ ചെയ്ത് വെച്ച സ്ഥിതിക്ക് നമുക്ക് സങ്കടമുണ്ട്. ഞാനിതൊക്കെ ചെയ്യേണ്ടി വന്നല്ലോ, എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നല്ലോ നിങ്ങളെന്ന് എനിക്ക് സങ്കടമുണ്ട്. എന്നാലും നിങ്ങളുടെ ഇനിയിപ്പോൾ ഇതെല്ലാം ഒറിജിനൽ പിന്നെല്ലാം മാറാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി രൂപ നിങ്ങളുടെ പോകുന്നതുകൊണ്ട് ഞാനത് മാറുന്നില്ല. അങ്ങനെ തന്നെ ആക്കി തരുവാണ്. പിന്നെ എന്നാ വിലയെന്നറിയാവോ? അത് ഇതിന് വലിയ വിലയുള്ളതല്ല, ചെറിയ വിലയ്ക്ക് കിട്ടുന്ന. മറ്റേ 5.1 പിന്നിൻ്റെ വിലയൊന്നുമില്ല. ഇതിൻ്റെ പിന്നെ അങ്ങനെ പോകാമല്ലോ. പിന്നെ അങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. ഇതുവരെ പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ സോൾഡർ ചെയ്ത സ്ഥിതിക്ക് ഇനി അങ്ങനെ ഇരിക്കട്ടെ. നല്ലപോലെ ഞാൻ സോൾഡർ ചെയ്തിട്ടുണ്ട്. മറ്റേ 4 പറഞ്ഞു പോകുന്നായിരുന്നു. ഇതാ താഴെ വേറെ കിടപ്പുണ്ട്, അത് എടുത്തുകൊണ്ടൊന്ന് നമുക്ക് ഫിറ്റ് ചെയ്ത് വെച്ചേക്കാം. അത് അവരതിനാ മേടിച്ചെന്ന് തോന്നുന്നു. ഇതുണ്ട്, ഇത് ഒടിഞ്ഞു പോയിരിക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ അതും കൂടെ സോൾഡർ ചെയ്ത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ അതിനുള്ളിൽ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ, ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ഇത് ഈ ഊഫർ ബാ ചായ കുടിച്ചിട്ട് വരാം. ഇത് പിടിക്കണമെന്ന് ചോദിച്ചു ചൂടുണ്ടോ? ഞാനത് പിടിപ്പിക്കും. ലെൻസ് അതെ. Cincinnati. അപ്പോൾ അതോടെ മുറുക്കി ബോർഡും മുറുക്കി. അപ്പോൾ ഇനി ബോർഡ് ഒന്നുകൂടെ അഴിക്കണം. ഞാനതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്.
ബ്ലൂടൂത്ത് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ നോക്കണം, ഡയോഡ് ഇടുന്നുണ്ട്. വിക്കല വിട്ട് പോവുകയാണ്. അതെന്നാ കംപ്ലൈൻ്റ് നോക്കണം. നീളമില്ലായിരുന്നോ? നമ്മുടെ കയ്യിൽ നീളക്കുറവായിരുന്നു അതിന്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഫിനിഷ് ചെയ്തേക്കാം. ഇവരുടെ ബോർഡായത്. ഡയോഡൊന്നും ഇടാൻ ഞാൻ പോകുന്നില്ല. ഒരു ബ്ലൂടൂത്ത് വേറെ രീതി കുത്തി കാണുന്നല്ലേ.
ഓക്കെ. അപ്പം നമ്മുടെ സ്ട്രിപ്പും എല്ലാം നമുക്ക് എടുത്ത് വെക്കാം. ഈ സ്ട്രിപ്പൊന്നും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഈ സ്ട്രിപ്പിൻ്റെ പൈസ എല്ലാം കുറച്ച് കൊടുക്കണ്ടേ. ഇതുവഴി എല്ലാ സാധനങ്ങളും എടുത്ത് നമുക്ക് വെക്കാം. നമ്മ അവധിക്കല്ലേ എന്നുള്ള ഇതല്ലേ അല്ല, ഇത് നമ്മുടെയാ. നമ്മുടെ ഒറിജിനൽ സ്ക്രൂ അല്ല എവിടെ വെച്ചിരിക്കുന്നത്? ഇത് ആ കുപ്പിക്കകത്ത് മുട്ടായി. ഈ ഹോം തിയേറ്റർ എന്ന് പറയുമ്പോൾ അത് നമ്മൾ വീട്ടിൽ, അതായത് നമുക്കൊരു മുറിക്കകത്തിരുന്ന് വലിയ ശബ്ദത്തിൽ പാട്ട് കേൾക്കാനും സിനിമ കാണാനും ഒക്കെ ഉപയോഗിക്കുന്ന ഉപകരണത്തിനാണ് ഹോം തിയേറ്റർ എന്ന് പറയുന്നത്. അത് കാലാകാലങ്ങളിൽ പണ്ടൊക്കെ ഹോം തിയേറ്റർ 5.1 സോണി വന്നതിന് ആകെ ഉണ്ടായിരുന്നത് ഒരു ഓഡിയോ ഇൻപുട്ട് മാത്രമാണ്. ഇന്നത് ഡിജിറ്റൽ ഇൻപുട്ട് വന്നു, ഒപ്റ്റിക്കൽ ഇൻപുട്ട് വന്നു, ARC വന്നു, അങ്ങനെ പല രീതിയിലുണ്ട്. എല്ലാ സെറ്റുകളിലൊന്നും അതില്ല. പിന്നെ മൾട്ടിമീഡിയ സ്പീക്കർ എന്ന് പറഞ്ഞ് ഇറക്കുന്നുണ്ട്. ഈ മൾട്ടിമീഡിയ സ്പീക്കർ ബില്ലിൽ മാത്രമേ ഉള്ളൂ, ബില്ലിലും പേരിലും മാത്രമേ ഉള്ളൂ. എല്ലാം ഹോം തിയേറ്റർ തന്നെയാണ്. അത് മൾട്ടിമീഡിയ എന്നടിക്കുമ്പോൾ ടാക്സിന് ചെറിയ കുറവുള്ളതുകൊണ്ട്, ചെറിയല്ല നല്ല കുറവുണ്ട്, 10% വ്യത്യാസം ഉള്ളതുകൊണ്ട് എല്ലാവരും ഈ മൾട്ടിമീഡിയ സ്പീക്കർ എന്ന് പറഞ്ഞ് ചെറിയ ഹോം തിയേറ്ററുകളെ ഇറക്കുന്നു. പിന്നെ വലിയ AVR അങ്ങനെയുള്ള സാധനങ്ങൾ അതിനെല്ലാം നമുക്ക് ഹോം തിയേറ്ററിൽ നിന്ന് തന്നെ എഴുതേണ്ടി വരും. അപ്പം ടാക്സ് 10% കൂടും. പിന്നെ പുതിയ ഒരു കണ്ടുപിടുത്തമാണ് നമ്മൾ സൗണ്ട് ബാർ. അങ്ങനെ ഉണ്ട്. എല്ലാം തത്വത്തിൽ ഈ ഹോം തിയേറ്റർ എന്നുള്ള ഓമന പേരിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സാധനങ്ങളാണ്. അത് അറിയത്തില്ലെങ്കിൽ ഒന്ന് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പലരും ചോദിക്കുന്നത് ഇത് മൾട്ടിമീഡിയ സ്പീക്കറല്ലേ, അതല്ലേ ഹോം തിയേറ്റർ, ഇതല്ലേ. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, വീടിനുള്ളിൽ നമുക്കൊരു തിയേറ്ററിൻ്റെ സൗണ്ട് എഫക്റ്റ് തരുന്ന എല്ലാ സാധനങ്ങളെയും നമുക്ക് ഹോം തിയേറ്റർ എന്ന് വിളിക്കാം. പിന്നെ ബില്ലടിക്കുമ്പോൾ ഇങ്ങനെ സാങ്കേതികമായ കാര്യങ്ങളുള്ളതുകൊണ്ട് ഇതിനും മൾട്ടിമീഡിയ സ്പീക്കർ എന്ന് പറഞ്ഞാൽ സോണി ഇത് വിൽക്കുന്നത്. അപ്പം ടാക്സിന് മാറ്റമുണ്ട്. അതേസമയം സോണിയുടെ വലിയതിന് ഹോം തിയേറ്ററിൽ നിന്ന് എഴുതാതിരിക്കാൻ പറ്റുകയില്ല, അത് ഹോം തിയേറ്ററിൽ നിന്ന് എഴുതുന്നു. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇതിനകത്തെ സംഗതികൾ. അപ്പോൾ നമ്മുടെ സെറ്റിൻ്റെ വർക്ക് തീർന്നു, തിരിച്ച് പാക്ക് ചെയ്യുകയാണ്. ആക്ച്വലി ഇതിൻ്റെ ബോർഡിൽ കുറേ ചില്ലറ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കണക്ഷൻസിനെല്ലാം വിഷയങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്. ഇതിൻ്റെ അഡാപ്റ്ററിനും ചെറിയ പ്രശ്നമുണ്ട്. അത് അയച്ച് നന്നാക്കാൻ പറ്റുമോ? അയച്ച് നന്നാക്കി എടുക്കുന്നതിലും പുതിയ അഡാപ്റ്റർ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പാക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മൾ മുറുക്കുകയാണ്. നമ്മൾ സ്ക്രൂ ഇല്ലാത്ത സ്ക്രൂ ഇട്ടു. നല്ല ചൂടായി. ഒരു വെയിൽ തെളിഞ്ഞത് എന്തൊരു ചൂടാണ്, വേർത്ത് ഒലിക്കുന്നുണ്ടല്ലേ. നല്ല സിഗ്നലായിരുന്നു, നല്ല സിഗ്നലാ സെറ്റിന്. എന്നാ ഇതൊക്കെ ഈ കോലമാക്കി വിടുമ്പോൾ നമ്മൾ സ്റ്റിക്കറെങ്കിലും ഒന്ന് പറിച്ചു വിടണ്ടേ. പണ്ടൊരു സിനിമയിൽ സോപ്പ് പൊട്ടിക്കകത്ത് ഒരു കഥയ്ക്കകത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമ, പൃഥ്വിരാജിൻ്റെ സിനിമയാണ്. അതിനകത്ത് സോപ്പ് പൊട്ടിക്കകത്ത് ക്യാമറ ഫിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു, ഫിറ്റ് ചെയ്ത് കൊടുത്തു. തസ്കര എന്തോ അങ്ങനെ ഒരു പടമാണ്, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ മെക്കാനിക്കായിട്ട് ഇപ്പോൾ അവനൊരു വലിയ നടനാണല്ലോ, അവൻ്റെ പേര് എന്നാ അടി, ഇപ്പോൾ അവൻ വലിയ നടനായില്ലോ, കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് ഒരു പരസ്യം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ സോപ്പ് പൊട്ടിയാൽ കടയുടെ സ്റ്റിക്കർ ഒട്ടിച്ചു വിട്ടു. സ്റ്റിക്കറും പേരും ഫോൺ നമ്പരൊക്കെ ഒട്ടിച്ചു വിട്ടു. ഇതേലും അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇതാരാണ് ചെയ്തതെന്ന് എനിക്ക് പിടികിട്ടി, മനസ്സിലായില്ല. അപ്പം കുളന്നുകൊണ്ട് വിടുന്ന സാധനത്തിൻ്റെ സ്റ്റിക്കറെങ്കിലും പറിക്കാനുള്ള ഒരു സാമാന്യബോധം കാണിച്ചേക്കണേ. അല്ലെങ്കിൽ ഇതിപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടൊന്നും ഞാനിത് എക്സ്പോസ് ചെയ്യുന്നില്ല, ആരാന്ന് പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എനിക്കറിയാം നമ്മുടെ പിള്ളേർക്ക് ഇങ്ങനെ ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം.
അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുള്ളൂ, അത് കൊണ്ട് കൊടുത്തവനാണ് കുറ്റവാളി. അപ്പോൾ ഇനി 5 സൈസ് സ്ക്രൂ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. ഞാൻ എൻ്റെ സ്റ്റിക്കർ പർച്ചേസ് ഞാൻ ഈ സെറ്റ് കൊടുത്തോടുള്ളൂ. കാരണം പല മനുഷ്യരും കണ്ട് ഞാനാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞാൽ ഞാൻ പോയി ആത്മഹത്യ ചെയ്താൽ മതി. ഉണ്ട്, പല സൈസ് സ്ക്രൂകളുണ്ട്. നീല, വെള്ള, പച്ച, മഞ്ഞ. സ്ക്രൂ ഒന്നും അല്ല കേട്ടോ അവരിട്ടിരുന്ന അത് അതേപടി ഇട്ടില്ലെങ്കിൽ ആ തുളയെല്ലാം വലുതായിപ്പോയി. ഇനിയിപ്പോൾ നോർമൽ സ്ക്രൂ ഞാൻ ഇടാന്ന് വെച്ചാലും നടക്കില്ല, അടിച്ച് കയറ്റി. അറിയാമല്ലോ, നമുക്ക് സ്ലീവ് ഇറക്കേണ്ടി വരും പിന്നെ. അവസ്ഥയായിപ്പോയി. പണ്ടെന്ന് ആനത്താനത്തെ മുതലാളിക്ക് സ്ലീവ് ഇറക്കിയ അംബാസഡർ കാർ കൊടുത്തു ആനത്താനത്ത് അപ്പച്ചായിക്ക്. അപ്പച്ചായി അതിന് കേസ് കളിച്ച് അംബാസഡർ കമ്പനിയെ തോപ്പിച്ചു. കാഞ്ഞിരപ്പള്ളിക്കാർക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അംബാസഡർ കമ്പനിക്കെതിരായിട്ട് കേസ് കളിച്ച് ജയിച്ചവരാണ് കാഞ്ഞിരപ്പള്ളിക്കാരൻ അച്ചായൻ. ഒരു സ്ക്രൂ കുറവുണ്ട്. ഒരെണ്ണം കൂടെ, ഒരെണ്ണം കുറവുണ്ടായിരുന്നല്ലേ. ഓക്കെ, ഇല്ലല്ലോ വേറെ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ക്രൂ ഒരെണ്ണം ഇട്ടേക്കാം അവിടെ. നമുക്ക് സ്ക്രൂ വിടാൻ ബുദ്ധിമുട്ടാണ്. ഇത് വേണ്ട, ഇതിലും ചെറുത് മതി, ഇച്ചിരി വലുപ്പം കൂടുതലാണ്. ഹലോ, പിറ്റിയ വെക്കുന്നാണോ ഞാനെ? മൊബൈൽ എടുത്തായിരുന്നു, മറ്റേ ഓഡിയോ ഇട്ട് നോക്കാം. ശരി, മാവ് എടുത്ത് ഒരു പിന്നോട് എടുത്ത് വരാമോ? എന്നാൽ നമുക്ക് ഓക്സ് കുത്തി നോക്കത്തുള്ളൂ. നമുക്കിനിയിപ്പോൾ ഇത് ഡയോഡൊക്കെ പറിച്ച് കളഞ്ഞിട്ട് അതെല്ലാം ഇട്ട് നോക്കി എല്ലാം മെനക്കെട്ട് എടുക്കാൻ വലിയ പാടാം. മതി, അത് പോയി എടുത്തുകൊണ്ട് പോരെ. ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇനി അത് മുറുക്കിയെടുക്കണം. അതാണ് അടുത്ത ടാർഗറ്റ്. അത് ഇങ്ങനെ വരണം. നമ്മൾ ഇത് കൂട്ട് സാധനങ്ങളെല്ലാം ഹോം തിയേറ്റർ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഹോം തിയേറ്റർ, അതായത് വീട്ടിൽ ഉപയോഗിക്കുന്നു. അപ്പം കമ്പ്യൂട്ടറിൻ്റെ സാധനങ്ങൾ, കമ്പ്യൂട്ടറിൻ്റെ മൾട്ടിമീഡിയ എന്നാണ് കമ്പ്യൂട്ടർ പറയുന്നത്. മൾട്ടിമീഡിയയ്ക്ക് ഓഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്ക് ടാക്സ് കുറവായിരുന്നു. കമ്പ്യൂട്ടർ ഐറ്റംസിന് ടാക്സ് കുറവായിരുന്നു. അപ്പം നമ്മൾ എന്നാ ചെയ്തു, ബുദ്ധിപരമായിട്ട് ഹോം തിയേറ്ററുകളുടെ പേരെല്ലാം മാറ്റി നമ്മൾ മൾട്ടിമീഡിയ സ്പീക്കേഴ്സ് എന്ന് പേരിട്ടു. എന്നോട് ഒരാൾ ഒരു സംശയം ചോദിച്ചിട്ടാണ് കേട്ടോ. ആ സംശയം ചോദിച്ച ആൾ ജനിക്കുന്നതിനൊക്കെ മുമ്പാണ്. കാരണം അവനിപ്പോൾ ഇത്രയും പ്രായമുണ്ടെന്ന് എനിക്കറിയാം. എന്നോട് സംശയം ചോദിച്ച പയ്യനും അറിയാം, എനിക്കും അറിയാം. അവൻ ജനിക്കുന്നതിന് ഒരു 10 കൊല്ലം മുമ്പത്തെ കഥയാണ് ഞാൻ പറയുന്നത്. അന്ന് മൾട്ടിമീഡിയ സ്പീക്കറിന്ന് നമ്മൾ ഹോം തിയേറ്ററുകൾക്ക് പേരിട്ടു. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ പേര് മാറ്റിയിട്ട് ഈ മൾട്ടിമീഡിയ സ്പീക്കർ എന്ന് പറഞ്ഞ് ഈ ഹോം തിയേറ്ററുകളെ തന്നിട്ട് ഈ ഹോം തിയേറ്ററുകൾ ടാക്സ് കുറച്ച് മൾട്ടിമീഡിയ സ്പീക്കർ എന്നുള്ള ഓമന പേരിൽ അപരനാമത്തിൽ വിറ്റു. പക്ഷേ
സോണി മാത്രം അന്ന് മാറ്റിയില്ല. സോണി, സാംസങ്, LG ഒന്നും മാറ്റിയില്ല. ബാക്കി കമ്പനികൾ അറിയാം, ലൈബെല്ല്, ഇംപെക്സ് അങ്ങനെയുള്ള എല്ലാ കമ്പനികളും 5.1 പോലും മൾട്ടിമീഡിയ സ്പീക്കർ എന്ന് പറഞ്ഞാണ് അവരിറക്കിയത്, കമ്പ്യൂട്ടറിന് കൊടുക്കാനുള്ള. പക്ഷേ ഉപയോഗം ഹോം തിയേറ്ററിനാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? പേര് മൾട്ടിമീഡിയ സ്പീക്കർ. അപ്പോൾ ഒരു സാധനം തന്നെ. മൾട്ടിമീഡിയ സ്പീക്കർ എന്ന് പറഞ്ഞാലും ഒരു സാധനമാണ്, ഹോം തിയേറ്റർ എന്ന് പറഞ്ഞാലും ഒരു സാധനം. അപ്പം നമ്മൾ മലയാളത്തിൽ തോമസ് എന്ന് പറഞ്ഞാൽ തോമസിനെ നമ്മൾ എന്ത് വിളിക്കും? തോമാച്ചൻ, തോമസ് ഊട്ടി എന്നൊക്കെ വിളിക്കും. തോമസ് എന്ന് പറഞ്ഞാലും തോമാച്ചൻ എന്ന് പറഞ്ഞാലും തോമസ് ഊട്ടി എന്നെല്ലാം പറഞ്ഞാലും ഒന്ന് തന്നെ. അപ്പോൾ മൾട്ടിമീഡിയ സ്പീക്കർ എന്ന് പറയുന്ന ഹോം തിയേറ്റർ എന്ന് പറയുന്നത് തത്വത്തിൽ അടിസ്ഥാനപരമായിട്ട് ഒന്ന് തന്നെ. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ ടാക്സിൻ്റെ രീതി വരുമ്പോൾ വലിയ ഹെവി ആയിട്ടുള്ള ഹോം തിയേറ്ററായിട്ടും ഹെവി ആയിട്ടുള്ള AVRനെ ഒന്നും മൾട്ടിമീഡിയ സ്പീക്കർ എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഹോം തിയേറ്റർ തന്നെ പർപ്പസിലാണ് അത് വന്നിരിക്കുന്നത്. അതേസമയം ഈ സോണിയുടെ ഈ 4.1, D10, D100, D40 ഇതിനെയെല്ലാം നമ്മൾ ഹോം തിയേറ്റർ എന്നുള്ള പേര് മാറ്റി മൾട്ടിമീഡിയ സ്പീക്കർ എന്നാക്കിയാണ് വിടുന്നത്. അപ്പോൾ വില കുറയും, ടാക്സ് കുറയുന്നതുകൊണ്ട് വില കുറയും. 18%, 28%ആണ് ടാക്സ്. 10% ടാക്സിൻ്റെ മാറ്റം വരും. 1,00,000 രൂപയ്ക്ക് 10,000 രൂപയുടെ വില വ്യത്യാസം വരും. 28% ടാക്സ് ആയിരുന്നു, അത് കുറയ്ക്കാൻ 18%-ലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് പേര് മൾട്ടിമീഡിയ എന്ന് പേര് മാറ്റിയത്. സത്യത്തിൽ ഹോം തിയേറ്റർ തന്നെയാണ്. മൾട്ടിമീഡിയ എന്ന് അവരെ നാമം കൊടുത്ത സർക്കാരിൻ്റെ മുമ്പിൽ ഒരു ചെറിയ സെറ്റപ്പ്, ഒരു പൊടിയിടിയിൽ. ഇതാണ് സംഭവം. കാരണം എന്നാണെന്നറിയോ? നിങ്ങൾ കാണിക്കുന്ന ഈ പരിപാടികൾ ഞാൻ ചോദ്യം ചെയ്തതിന് എന്നെ കൊച്ചാക്കാൻ വേണ്ടി ചോദിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. എൻ്റെ പൊന്നു മക്കളെ, ചാച്ചൻ 16-ാമത്തെ വയസ്സിൽ ഈ സ്ക്രൂ ഡ്രൈവർ കൈ പിടിച്ചതാണ്. ഇന്ന് 55 വയസ്സായി, വർഷം 10-40 ചെയ്യാത്തതും കളിക്കാത്തതുമായ കാര്യമില്ല. സർവീസ് മാത്രമല്ല, ഇഷ്ടം പോലെ സെയിൽ ചെയ്തിട്ടുണ്ട്. സോണിയുടെ ഒരു വർഷത്തെ ഏറ്റവും കൂടുതൽ സെയിൽ TV വിറ്റതിന് അവാർഡ് മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ, ഓൾ ഇന്ത്യ ബേസിൽ. എനിക്കിട്ട് ചൊറിയല്ലേ? പക്ഷേ 99% ആൾക്കാർക്കും അറിയാം എനിക്ക് കളിയെല്ലാം അറിയാം, ഞാനിതെല്ലാം പഠിച്ചാൽ നിൽക്കുന്നതെന്ന്. പിന്നെ ചില ആൾക്കാർക്കൊരു തോന്നൽ, കാരണം ഈ കോഴി തട്ടോൻ്റെ തല പപ്പെന്ന് പറഞ്ഞ പോലെ കേട്ടോ. എനിക്കെല്ലാവരും അറിയാം, ഈ ചോദിക്കുന്ന ആൾക്കാരെ എല്ലാം എനിക്ക് മനസ്സിലായി, ഞാൻ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഴി തട്ടോൻ്റെ തല പപ്പ്, അപ്പോൾ കളവ് നിർത്തുക, അപ്പോൾ പപ്പ് കാണുകയില്ല. ഓക്കെ, പറയുന്നതൊക്കെ നല്ലതിനായിട്ടും പോസിറ്റീവിനായിട്ടും എടുക്കുക. നെഗറ്റീവിനായിട്ടോ യുദ്ധത്തിനോ ഒന്നും വരണ്ട. യുദ്ധമൊന്നും ചെയ്താൽ വിജയിക്കില്ല. തീർ കുരിച്ചതൊന്നും വെയിലത്ത് വാടത്തില്ല മക്കളെ. ഇതൊക്കെ തീരല്ല, എന്നാ പറയുന്നത്, നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ കുരുത്തമല്ല, നല്ല കുനിപ്പാണ് കേട്ടോ, നല്ല കുരുത്തം. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടുണ്ട് മക്കളെ. നിങ്ങളെ ഹോം തിയേറ്റർ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നാളെ പോരെ 2 കൊച്ചു പിള്ളേർ കൊണ്ടും തമ്മ കേട്ടോ. അവരെൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വേറെ എവിടെയോ ഇത് കൊടുത്ത് അവർ മാസങ്ങളായിട്ട് ഭ്രാന്തെടുത്ത് നടക്കുകയായിരുന്നു. അവർ യൂട്യൂബ് കണ്ടിട്ട് അവിടുന്ന് അവർ തള്ളിയ സാധനം എടുത്തു കൊണ്ടുവന്ന് എൻ്റെ തന്നതാണ്. സത്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സെറ്റ് റെഡി ആയിട്ടുണ്ട്. നാളെ നിങ്ങൾ പോരെ, ഇന്ന് വീഡിയോ കണ്ടെങ്കിൽ എന്നാലും നിങ്ങളെ വിളിച്ചു പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റ് വർക്ക് തീർന്നു, ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പണി തക്കാലം ഇവിടെ നിർത്താം. സമയം ഒത്തിരിയായി. ഇന്നലെ ഒത്തിരി ജോലിയിലായിരുന്നു. അപ്പം പിന്നെ എനിക്ക് പറയാനുണ്ട്, നമ്മുടെ സ്ഥലമെന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളിയാണ്, കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി ടൗണിൽ തന്നെയാണ് നമ്മുടെ കട. സോണി ഇലക്ട്രോണിക്സ് ആണ്. നമ്മുടെ നമ്പർ 9447208809. ഇന്ന് കണ്ടോ, 9 വയസ്സുള്ള ഒരു കൊച്ച ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടോ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും പറഞ്ഞാൽ എന്തുമാത്രം തല്ല് മേടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതെങ്ങാനും ഓർത്ത ഈ നാട്ടിൽ ഞങ്ങളുടെ പ്രായത്തിലുള്ള ഒറ്റ മനുഷ്യൻ പോലും, ഒരു പിള്ളേർ പോലും ജീവിച്ചിരിക്കാൻ പാടില്ല, എല്ലാവരും ആത്മഹത്യ ചെയ്യണം. അടി കൊണ്ടതിനൊന്നും ഒരു കതിരില്ല മക്കളെ. അനിയത്തിക്ക് വേണ്ടിയും അനിയന് വേണ്ടിയും നമ്മൾ അടി കൊണ്ടിട്ടുണ്ട്. അവർ എന്നാ ചെയ്താലും അടി നമുക്കാവരുത്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് നിങ്ങൾ സങ്കല്പണ്ട. അനിയത്തിക്ക് വേണ്ടി അനിയന് വേണ്ടി ത്യാഗം ചെയ്യാൻ മൂത്തവർക്ക് അവകാശമുണ്ട്, കടമയുണ്ട്. അതുകൊണ്ട് മൂത്തവർ നോക്കണം. അനിയത്തിയെ നോക്കിയതിന് വാർത്ത കാണേണ്ടവർക്ക് മനസ്സിലായി. അനിയത്തിയെ നോക്കിയത് മോശമാണെന്ന് പറഞ്ഞ് അമ്മ തല്ലിയെന്ന് പറഞ്ഞാൽ പോയി ആത്മഹത്യ ചെയ്തു. എന്തൊരു കാലം! അയ്യോ, അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ മേടിച്ച തല്ലിന് വല്ല എണ്ണം ഉണ്ടോ? അതുകൊണ്ട് ഒരു തല്ലും അടിയൊക്കെ കൊള്ളും നല്ലതാണ്. അതായത് സ്വർണ്ണമേ, ആ സ്വർണം തീക്കകത്ത് ഉരുക്കിയെടുത്തെങ്കിലേ ഇത് മാറ്റമുള്ള സ്വർണ്ണമായി മാറുള്ളൂ. അപ്പം ഞങ്ങളൊക്കെ തീക്കകത്തൊന്നും അല്ല
കൽക്കരിക്കകത്തൊന്നുമില്ല, തീ കത്തിച്ച് മറ്റേ മണ്ടേന്ന് താഴേന്നും കത്തിച്ച് ഉരുക്കിയെടുത്ത ഇനവാ ഇതൊക്കെ. ഇതൊന്നും വാടത്തില്ല, പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം, നിങ്ങൾക്ക് എന്ത് കമൻറ്റ് വേണേലും ഇടാം. വൃത്തികെട്ട കമൻറ്റ് ഒഴിവേ. യൂട്യൂബിന് ഇഷ്ടപ്പെടാൻ വരും, വൃത്തികെട്ട കമൻറ്റ് ഇട്ടോട്ടെ, എനിക്ക് ഇഷ്ടപ്പെടാൻ വരും എന്ന് ഓർത്തില്ല. അപ്പോൾ നമ്മുടെ സ്ഥലമൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. എന്നെ വിളിക്കുന്ന എല്ലാവർക്കും ഏത് നേരവും വിളിക്കാം, പക്ഷെ വർക്കിൻ്റെ സമയത്ത് വിളിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ഫോൺ എടുക്കുന്നുണ്ട്. പിന്നെ മെസ്സേജുകളൊക്കെ വിടുന്നതൊക്കെ നോക്കാൻ ഇപ്പം തന്നെ സമയം ഒത്തിരി രാത്രിയായി, നമ്മൾ വർക്ക് തീർന്ന് ഇറങ്ങി പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ നിർത്തുകയാണ്. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, വേണ്ട സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും നന്ദി, കമൻറ്റ് ഇടുന്നവർക്ക് നന്ദി, കമൻറ്റ് ഇടാത്തവർക്ക് നന്ദി, ലൈക്ക് ഇടുന്നവർക്ക് നന്ദി, ലൈക്ക് ഇടാത്തവർക്ക് നന്ദി, എല്ലാവർക്കും നന്ദി. താങ്ക് യു എവരി വൺ മൈ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് അനദർ പേഴ്സൺ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അമ്മ തല്ലിയെന്നോ അമ്മ വഴക്ക് പറയും. ഇപ്പം അമ്മ തല്ലിയല്ലായിരിക്കും പേടിച്ചിട്ട്, അമ്മ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞു പോയി ആരും ആത്മഹത്യ ചെയ്തേക്കില്ല. നിങ്ങൾ നിങ്ങളുടേതായ പവറിലാകുക. അമ്മ തല്ലിയാൽ നാളെ അമ്മയെ നോക്കേണ്ടത് ഞാനാണ്. അതുകൊണ്ട് അമ്മയുടെ തല്ലി നിർത്തിക്കൊള്ളാൻ പറഞ്ഞാൽ മതി.